ധന്യ, കലൂരിൽ നടന്ന അപകടവുമായി ബന്ധപ്പെട്ട് ദിവ്യ ഉണ്ണി അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകൾക്കെതിരെയൊക്കെ വലിയ തട്ടിപ്പുമായി അല്ലെങ്കിൽ ഇവരെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ തന്നെ ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് ഒരുപാട് പരാതി പോലീസ് സ്റ്റേഷനിലും GST വകുപ്പിലും സർക്കാരിനെയും ഒക്കെ നേരിട്ട് അറിയിച്ച ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. അദ്ദേഹം അരുൺദേവ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചില ദുരനുഭവങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടും. ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഓഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരെ കേൾപ്പിക്കുകയാണ്. ഈ ഓഡിയോ തീർത്തും കേട്ടുകൊണ്ട് പ്രേക്ഷകർക്ക് തന്നെ വിലയിരുത്താം എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതിലിനി അന്വേഷണം വേണ്ടേ എന്നുള്ളതൊക്കെ. എനിക്കൊരു കംപ്ലൈന്റ് നമ്പർ കിട്ടി. എനിക്ക് അതിൽ തന്നെ സ്പോട്ടിൽ റീപ്ലൈ വന്നായിരുന്നു. ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഹോൾഡ് ചെയ്തപ്പോൾ എനിക്കൊരു റീപ്ലൈ വന്നായിരുന്നു. അതിൽ ആദ്യം ഇവർ പറഞ്ഞത് ഇവരിതുമായിട്ട് ബന്ധമില്ലാന്ന്. പിന്നീട് ഇവർ പറഞ്ഞു ഇവർ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല, ഇവർക്ക് ഫീസ് അടച്ച് ഒഫീഷ്യൽ അറ്റംപ്റ്റിന് ഇവരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഇവർ പോകും, അല്ലാതെ ഇവരുടെ ലോഗോ ഉപയോഗിക്കുന്നത് പോലും ഇവരുടെ സമ്മതത്തോടല്ല എന്നുള്ളതായിരുന്നു എനിക്ക് ആദ്യം അറിഞ്ഞത്. ഈ സംശയം തോന്നാനുള്ള കാരണം എന്താണ്? സംശയം തോന്നാനുള്ള കാരണം പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് റെസിപ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ആർക്കും റെസിപ്റ്റ് കൊടുത്തിട്ടില്ല? ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നല്ല, ഇപ്പൊ നമ്മള് ഇത് തുടക്കത്തിലുള്ള പോലെയൊന്നല്ല ഇപ്പൊ ഇതിന്റെ ലാസ്റ്റിലേക്ക് വരുന്നത്. കാരണം ഞാൻ ഏകദേശം ഒരു 90-95 പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഈ 95 പേർക്കും ഇതിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. ദിവ്യ ഉണ്ണി എന്താ പറഞ്ഞത് വിളിച്ചപ്പോ? ദിവ്യ ഉണ്ണി അല്ല എടുത്തത്, ദിവ്യ ഉണ്ണിയുടെ അമ്മയായിരുന്നു കോൾ എടുത്തത്. ദിവ്യ ഉണ്ണിയുടെ നമ്പറിലാണ് ഞാൻ വിളിച്ചത്. അമ്മ ഫോൺ എടുത്തു. അപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞു, എന്റെ പേര് ഇന്നതാണ്, ഞാൻ വിളിക്കുന്ന കാരണം എന്നതാണ്, ഞങ്ങൾ ഇങ്ങനെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെ മോശമായ ഒരു അനുഭവം ഉണ്ടായി. അപ്പോ ഇന്ന പ്രകാരം പാലാരിവട്ട സ്റ്റേഷനിൽ ഞാനൊരു പരാതിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളും തമ്മിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതിൽ. ഇന്ന രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ പുള്ളിക്കാരത്തി എന്റെ അടുത്ത് ചൂടായിക്കൊണ്ട് സംസാരിച്ചു. ഞാൻ ഇതിനെന്തിനും നിങ്ങളുടെ അടുത്ത് മറുപടി വരണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞു നിങ്ങൾക്ക് പരാതി ഉണ്ട്, നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്ക്. പിന്നെ എന്റെ മോള് ഇത് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പൊ അറസ്റ്റിലായി എന്ന് പറയുന്ന മറ്റേ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ പുള്ളി എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നതും ദൈവം തമ്പുരാൻ വിളിച്ചാൽ പോലും ഇത് തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇത്രയും ഉറപ്പിച്ച് ഇവർ പറയുന്നുണ്ടെങ്കിൽ അത്രത്തോളം ആളുകൾ ഇവർ സ്വാധീനിച്ചു വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും. ഞാൻ എന്റെ കയ്യിലുള്ള മുഴുവൻ തെളിവുമായിട്ടാണ് ഞാൻ ഇവരെ സമീപിച്ചത്. എനിക്കിപ്പോ ഇതിലുള്ള ആരോടും പേഴ്സണലി മുമ്പ് മറ്റുള്ള ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ല, മറ്റൊരു രീതിയിലുള്ള വ്യക്തിവൈരാഗ്യങ്ങളും ഇവരുമായിട്ടില്ല. എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രോബ്ലം ആയിരുന്നു. അതിൽ സംശയം തോന്നി ഞാനൊരു അന്വേഷണം ജസ്റ്റ് എന്റേതായ രീതിയിൽ എനിക്കറിയാവുന്ന കോണ്ടാക്ട് വെച്ച് ഞാൻ അന്വേഷിച്ചു. അത് പല സ്ഥലങ്ങളിലും എനിക്ക് പ്രശ്നം ഫീൽ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് GST ഡിപ്പാർട്ട്മെന്റ് ഞാൻ കോൾ ചെയ്തു. ഇത്തരത്തിലുള്ളൊരു ഇത് നടത്തുന്ന സമയത്ത് GST ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ GST കളക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അങ്ങനെ ആവുമ്പം ബില്ല് വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ അത് ചോദിച്ചത് ആദ്യം അന്വേഷിച്ചത് ഇവിടുത്തെ ഒരു GST എൻഫോഴ്സ്മെന്റിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അയാളിൽ നിന്ന് വ്യക്തമായ മറുപടി കിട്ടിയെങ്കിലും അയാൾക്കും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അയാളത് ഇത്രയും കൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി GST ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എനിക്ക് തന്നു. ആദ്യം തന്നത് ഡൽഹിയിലെ നമ്പർ ആയിരുന്നു. അതിൽ വിളിച്ചു. അപ്പൊ അവരത് ഏകദേശം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇതൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷെ അവര് പറഞ്ഞ എന്താ വെച്ചാൽ ഞങ്ങൾ ഇതാക്കും, നമ്പർ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും ഇവിടെ, എന്നിട്ട് കൺസേൺ അതോറിറ്റിക്ക് അയക്കുകയാണ് ചെയ്യുക. അവര് എന്തെങ്കിലും ആവശ്യം വരികയാണ് സാറിനെ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ അതില് അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ എന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ നിമിഷം വരെ ആരും വിളിച്ചിട്ടില്ല. പിന്നെ ഇന്നലെ ഇപ്പൊ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഇന്നലെ തൊട്ട് ഞാൻ ഈ പറഞ്ഞ ചാനലുകളിലൊക്കെ ഞാൻ കയറിയെന്ന് പറഞ്ഞു. ഇന്നലെ ലാസ്റ്റ് ന്യൂസ് 18 ഡിബേറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഇന്നലെ രാവിലെ ഞാൻ ഈ ചർച്ചയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ പാലാരിവട്ട സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. അപ്പൊ ഇത്രയൊക്കെ പ്രശ്നമായിട്ടും പാലാരിവട്ട സ്റ്റേഷൻ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് പറയാം, അല്ലാതെ അവിടെ കുത്തുന്ന വർത്താനം കൊണ്ട് കാര്യമില്ല. അതും ഷൗട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതും കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം ഞാൻ കമ്മീഷണർ ഫോണിൽ ബന്ധപ്പെട്ടു. ഈ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറയുന്നത് പുള്ളി ഇങ്ങനത്തെ ഒരു സംഗതി അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും നേരമായിട്ടും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സ്റ്റേഷനിൽ നടന്ന കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ചേട്ടൻ എന്ത് പരിപാടിയുടെ പേരിൽ അവര് സമീപിച്ചത്? അല്ല, എന്നെ അവര് സമീപിച്ചതല്ല, ഞാൻ അവരെ സമീപിച്ചായിരുന്നു. അതായത് എന്റെ ഒരു സുഹൃത്ത് ഭരതനാട്യം ഡാൻസർ ഉണ്ട്. പുള്ളിക്കാരത്തേക്ക് ഈ പ്രോഗ്രാമിൽ ലേഡിയാണ്, പുള്ളിക്കാരത്തേക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഞാൻ കോൺടാക്ട് ചെയ്തു. എന്നോട് ഇതിൽ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ നോർമലി നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ കോൾ ഡിസ്കണക്ട് ചെയ്ത് പോന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എനിക്കറിയാവുന്ന മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് ഞങ്ങൾ ഇതേമാതിരി ഒരുമിച്ച് നിന്ന സമയത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളിക്ക് അറിയുന്ന ഒരാൾ ഇതിലുണ്ട്, പുള്ളി സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, പുള്ളി സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ മുമ്പ് വിളിച്ച് ഇതേ ആളുടെ നമ്പർ എനിക്ക്
തന്നു, അരുൺ ഈ നമ്പറിൽ ഒന്ന് വിളിക്കി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കുറെ ആളുകൾ ഇപ്പം പങ്കെടുക്കാന്ന് പറഞ്ഞാൽ വരുന്നില്ല എന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ ആ പുള്ളി പറഞ്ഞ പ്രകാരം ഞാൻ ഈ വ്യക്തിയെ വീണ്ടും വിളിക്കുന്നു. നിഗോഷനോ എന്തോ ആണ് പുള്ളിയുടെ പേര്, പുള്ളി എന്റെ MD ആണ്. പുള്ളിയെ ഞാൻ വീണ്ടും വിളിച്ചു. ഞാൻ ആദ്യം തന്നെ കാര്യം പറഞ്ഞു, സാർ എന്റെ പേര് അരുൺ എന്നാണ്, ഞാൻ ഇന്നാള് പറഞ്ഞിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്, അപ്പൊ ഇങ്ങനെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇനി വിളിച്ചിട്ട് കാര്യമില്ല കേട്ടോ, ഫില്ലായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചേട്ടാ ശരി എന്നും പറഞ്ഞു. അപ്പൊ ഈ പുള്ളി എന്റെ അടുത്ത് ചോദിച്ചു, 1 മിനിറ്റ്, നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, മുമ്പ് ഒരു തവണ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട് സാർ, പിന്നെ ആള് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പം പിന്നെ രണ്ടാമത് ഞാൻ വിളിക്കുമ്പോൾ പുള്ളിയെ സാറെന്നും പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിക്കുന്നത്, ഈ എടാ നായിന്റെ മോനെ നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, ഇതാണ് പുള്ളി തുടങ്ങുന്നത്. പിന്നെ ഒരു വട്ടം നിന്നോട് പറഞ്ഞത്, അപ്പൊ പങ്കെടുക്കാൻ ശ്രമിക്കുന്നവർ ചിലപ്പോൾ വീണ്ടും അറ്റംപ്റ്റ് നടത്തും, ഇങ്ങനെയല്ലല്ലോ സംസാരിക്കേണ്ടത്. അപ്പൊ ഇതിൽ പിന്നീട് അങ്ങോട്ട് പിന്നെ പുറത്തു വരാൻ പറ്റുന്ന രീതിയിൽ തെറിയായിരുന്നു, പുറത്തു വരാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളാണ് പിന്നെ ഞാൻ ഫേസ് ചെയ്തത്, അത്രയും മോശമായിട്ടുള്ള സാധനം. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇതിൽ പരാതി കൊടുക്കാൻ വേണ്ടി പോകുന്നു, ഞാൻ സ്റ്റേഷനെ സമീപിക്കുന്നു, എന്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷനെ ഞാൻ സമീപിച്ച സമയത്ത് ഇവിടെ പരാതി രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല എന്നും, ഇതിന്റെ ക്രൈം നടന്നിട്ടുള്ളത് പിന്നെ ഈ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേഷൻ ലിമിറ്റിൽ വേണം രജിസ്റ്റർ ചെയ്യാന്നും പറയുന്നു. അങ്ങനെ ഇത് ഞാൻ പോകും എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം എന്റെ ഫ്രണ്ട് ഇതേ പുള്ളിയുടെ അടുത്ത്, ഈ മുമ്പ് പറഞ്ഞ ഈ പുള്ളിയുടെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് ചോദിക്കട്ടെ എന്താ പറ്റിയെന്നുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ആളറിയാതെ പറ്റിപ്പോയതാണ്, ഇവരെന്നെ വിളിച്ചു, ഇതിന്റെ CEO ഷമീർ എന്ന് പറയുന്ന പുള്ളി വിളിച്ചു, ആ പുള്ളി എന്നെ വിളിച്ചു. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് 2 CEO ഉണ്ട് എന്നുള്ളതാണ്. ഇവര് രണ്ടുപേരും പറഞ്ഞ ഇവര് CEO ആണെന്നാണ്. ഇതിൽ ആരാണ് ശരിക്കും എന്നുള്ളത് എനിക്ക് അറിയൂല. കാരണം ഇവര് രണ്ടുപേരും ഒരേ പോസ്റ്റാ പറയുന്നത്, യാതൊരു വ്യത്യാസം പറയുന്നില്ല. ഇനി എന്ത് തന്നെയായാലും ഇവര് എന്നെ വിളിച്ചു, ഞാൻ ഇതിന്റെ CEO ആണെന്ന് പറഞ്ഞു, കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ പുള്ളിയോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ സൈഡ് പറഞ്ഞു, ഞാൻ ഇന്ന രീതിയിൽ കേസ് കൊടുക്കാൻ പോവാണ്, എനിക്കിതിൽ വേറെ ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ പങ്കെടുപ്പിക്കാം, നമുക്ക് ഇതുണ്ട്, ബുധനാഴ്ച നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് സാധനങ്ങൾ തരാം, പേയ്മെന്റ് അയക്കും, നിങ്ങൾ ഓഫീസ് നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളെന്ന് പറഞ്ഞു. അപ്പൊ കോളൊന്നും വന്നില്ല, ഞാൻ തിരിച്ച് കോൺടാക്ട് ചെയ്തു. അപ്പൊ അവരെന്നോട് പറഞ്ഞു നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കൂ. ഞാൻ വിളിച്ചു, ഡീറ്റെയിൽസ് ചോദിച്ചു, കുട്ടിയുടെ ഡീറ്റെയിൽ കൊടുത്തു. പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി ഇവർ എന്റെ അടുത്ത് പറഞ്ഞ 4500 രൂപയായിരുന്നു. അപ്പൊ 4500 രൂപയ്ക്ക് പേയ്മെന്റ് ചെയ്യാൻ സമയത്ത് ഞാൻ ജസ്റ്റ് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഇവര് UPID നമ്മുടെ UPID വാങ്ങി ഇവരെ അതിലേക്ക് റിക്വസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ റിക്വസ്റ്റ് വരുന്നില്ല എന്ന് പറഞ്ഞു, അവരോട് പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ UPID ഇൻവാലിഡ് ആണ് എന്നുള്ളതാണ്. അപ്പൊ UPID ഇൻവാലിഡ് ആണ് എന്ന് പറഞ്ഞപ്പം ഞാൻ ഇതിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ ഇവരോട് ജസ്റ്റ് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ആ സ്ക്രീൻഷോട്ട് ഒന്ന് അയച്ചു തരണം, ഈ ഇൻവാലിഡ് കാണിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സ്ക്രീൻഷോട്ട് ചോദിച്ചിട്ട് ഇവർക്ക് തരാൻ സ്ക്രീൻഷോട്ട് ഇവർ തരുന്നില്ല. അപ്പൊ എനിക്ക് അവിടുന്ന് ഒരു സംശയം തോന്നി, കാരണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവർ പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എറർ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ രേഖ തരുമല്ലോ നമുക്ക്, ഇന്ന പ്രശ്നം കൊണ്ട് ഇത് കാണിക്കുന്നു എന്നുള്ള. അപ്പൊ ഇവരുടെ കയ്യിൽ അതൊന്നും അത്രയൊന്നും ചോദിച്ചിട്ടും ഇത് തരാൻ വേണ്ടിയിട്ടില്ല. അപ്പോ ഈ സ്ക്രീൻഷോട്ട് കിട്ടാനപ്പോഴാണ് എനിക്ക് അവിടുന്നാണ് പിന്നെ ഇത് വീണ്ടും സംശയം കൂടുന്നത്. അതേ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തരാത്തത്. അപ്പൊ ഇവര് പിന്നെ അതിന് ശേഷം എനിക്ക് ഇവര് റീപ്ലൈ ചെയ്യുന്നില്ല, എന്റെ മെസ്സേജ് ഇവര് നോക്കുന്നില്ല, എനിക്ക് ഇവര് റീപ്ലൈ ചെയ്യുന്നില്ല. അപ്പോ പിന്നെ ഞാൻ ഇത് കുറച്ചും കൂടി എനിക്ക് ഏകദേശം അങ്ങനെ ഒരു ബലപ്പെട്ടു എന്ന് പറയാം, എന്റെ സംശയം ശരിയാണ് എന്നുള്ള കാര്യം ബലപ്പെട്ടു. അങ്ങനെ ഞാൻ എന്റെ ഒരു സ്റ്റാറ്റസ് ഇട്ടു. അപ്പൊ ഞാൻ ഈ ഫിലിം റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാവുന്ന ഒട്ടുമിക്ക മോഡൽസ്, ഡാൻസേഴ്സ്, ആർട്ടിസ്റ്റുകളൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഈ പ്രോഗ്രാമിന്റെ പോസ്റ്റർ ഇട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു, സ്റ്റാറ്റസ് ഇട്ടു. എനിക്ക് കുറെ റീപ്ലൈസ് വന്നു. അപ്പൊ ഈ വന്നവരോടൊക്കെ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ചോദിച്ചപ്പോൾ പലരിൽ നിന്നും പേയ്മെന്റ് ഈടാക്കിയത് പലരും പറയുന്ന പല പേയ്മെന്റുകളാണ്. അപ്പൊ ചിലവര് പറയുന്നു ടീച്ചർ പഠിപ്പിക്കുന്നതിന് ചാർജ് വാങ്ങി. അപ്പൊ എന്താ വെച്ചാൽ ഇതിലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബില്ല് ഇവര് കൊടുക്കാത്തതുകൊണ്ട് തന്നെ തോന്നുന്ന രീതിയിലുള്ള പേയ്മെന്റ് വാങ്ങാണ് ഇപ്പുറത്തൊക്കെ നടന്നത്. അപ്പൊ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവരോട് തന്നെ നേരിട്ട് ചോദിച്ചു. അപ്പൊ ഇവർ ഞങ്ങൾ 2 പേയ്മെന്റ് വാങ്ങുന്നുള്ളൂ, അത് 3500 4,500 ആണ്. അപ്പൊ ഞാൻ ഈ 2 പേയ്മെന്റ് വാങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു അപ്പൊ ബാക്കിയുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞു അതൊന്നും നിങ്ങളെടുത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഞാൻ എന്തായാലും ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിന് മാറുന്നു. അടുത്ത ദിവസം തന്നെ ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ എന്റെ അടുത്ത് സംസാരിച്ചു എന്ന് പറഞ്ഞ് CEO വിളിച്ചിട്ട് ഈ കാര്യം ധരിപ്പിക്കുന്നു, ഇന്ന രീതിയിലൊരു അനുഭവം എനിക്ക് ഉണ്ടായി. അപ്പോ ഇതിനെ സംബന്ധിച്ച് എന്തായാലും ഞങ്ങളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് അത് നേരിട്ട് പറയായിരുന്നു, ഇത്തരമൊരു നാടകത്തിന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ എന്തായാലും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്തു. ഞാൻ നേരെ പാലാരിവട്ടം സ്റ്റേഷനിൽ വിളിച്ചു. അത് പ്രകാരം ഞാൻ അവരുടെ ഇമെയിലിലേക്ക്, ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല, ഒരു പരാതി മെയിൽ ചെയ്തു. അതിൽ ആദ്യം വെച്ചിരുന്ന മാറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് നേരിടേണ്ടി വന്ന മാനസിക പീഡനം, ഈ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അസഭ്യമായ രീതിയിൽ സംസാരിച്ചതും അവിടുന്ന് ഉണ്ടായിട്ടുള്ള മറ്റു മാനസിക ബുദ്ധിമുട്ടുകളുമായിരുന്നു. ഈ കാര്യം പറഞ്ഞു. അപ്പൊ എന്നോട് പരാതി അയക്കുന്നു പറഞ്ഞപ്പോൾ ഇവര് മെയിൽ ID പോലും എനിക്ക് പ്രോപ്പറായിട്ട് തന്നില്ല എന്നുള്ളതാണ്. പിന്നെ മെയിൽ ID ഞാൻ സംഘടിപ്പിച്ചു. മെയിൽ ID സംഘടിപ്പിക്കാൻ മെയിലിട്ടു. പരാതി റിസീവ് ആയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഏകദേശം ഒരു 6-7 തവണ ഞാൻ ഇവിടെ വിളിച്ചു. ഇതിൽ ഓരോ തവണയും എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് CI സ്ഥലത്തില്ല, CI മറ്റെവിടെയോ പോയിട്ടുണ്ട്, CIക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ഇന്ന് ഇതിന് പരിഹരിക്കപ്പെടത്തില്ല. കാരണം ഇത് അടിയന്തരമായിട്ട് ഈ പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ട വിഷയമായിരുന്നു ഇത്.
അപ്പൊ അടിയന്തരമായിട്ട് ഇതാക്കേണ്ട ഒരു സാഹചര്യം പല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവര് നീട്ടിക്കൊണ്ട് പോയിരുന്നു. ആദ്യം നോർമലി പിന്നെ എന്നോട് ഒരു 1 hour പറഞ്ഞു, പിന്നെ അത് 2 ദിവസം എടുക്കുന്നു പറഞ്ഞു, പിന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾ 30-ാം തീയതി വിളിക്കുക, 29-ാം തീയതി വരെ അവിടെ തിരക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതികളെ സംരക്ഷിക്കാനുള്ള ഉറപ്പാണ്. കാരണം 29-ാം തീയതി പ്രോഗ്രാം നടക്കുന്ന സാധനത്തിന് ഒരു പരാതി കൊടുക്കുമ്പോൾ 30-ാം തീയതി വിളിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബുദ്ധിയുള്ള ഏതൊരാൾക്കും ചിന്തിക്കാലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിതിൽ മേലേക്ക് പരാതിയായിട്ട് പോവാണ്. അങ്ങനെ അടുത്ത മേലുള്ള ഉദ്യോഗസ്ഥനെ വിളിക്കുന്നു, അവിടുത്തെ ഓഫീസിൽ കാര്യം പറയുന്നു. ഉദ്യോഗസ്ഥനായിട്ട് കിട്ടിയില്ല, അവരുടെ ഓഫീസിലാണ് കണക്ട് ചെയ്ത് കിട്ടിയത്. കിട്ടി കാര്യം പറയുന്നു, അവര് പരാതിയുടെ കോപ്പി ചെയ്യാൻ പറയുന്നു. അത് പ്രകാരം ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ പരാതി കിട്ടിയിട്ടില്ലെങ്കിൽ ഇല്ല എന്നുള്ളത്, ഉണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളൊരു മറുപടി എനിക്ക് തരണം. അതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കുമായിട്ട് കംപ്ലൈന്റ് കൊടുക്കും എന്ന് പറഞ്ഞ ശേഷമാണ് അവരെനിക്ക് ഇതിന്റെ ഇത് തരുന്നത്. അതായത് ഈ പറഞ്ഞ പിന്നെ ഇത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു മറുപടി തരുന്നത്. അപ്പൊ ഇത് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് മറുപടി തരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെ എന്നെ വിളിക്കുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഇവരുടെ ആളാണ്. ഞാൻ പറഞ്ഞില്ല, ഇവരെന്നെ വിളിച്ചിട്ട് ഇവർ തുടങ്ങുന്നത് തന്നെ പിന്നെ അരുൺ നല്ല പേര്, ഞാൻ ഈ വെന്റ് ഇന്ത്യയുടെ ഓണറാണ്. ഇതിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അരുൺ കളക്ടറുമായിട്ട് തെറ്റും, കമ്മീഷണറുമായിട്ട് തെറ്റും. ഇവരൊക്കെയാണ് ഞങ്ങളുടെ പ്രോഗ്രാമിലുള്ള ആളുകൾ. ഇവരൊക്കെ ആയിട്ട് ഉടക്കിയിട്ട് അരുണ് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇവർ ആദ്യം ഒരു ഭീഷണിയുടെ സ്റ്റൈലിലായിരുന്നു സംസാരിച്ചത്. അപ്പൊ ഞാൻ അതിന് വഴങ്ങില്ല എന്ന് കണ്ടതുകൊണ്ടാവാം പിന്നീട് ഇവരൊരു നോർമൽ ടോണിലേക്ക് വന്നു. പിന്നീട് ഇവർ പറഞ്ഞു ഇത്രയും ആളുകളുടെ പ്രോഗ്രാമാണ്, ഇത് ഞാൻ മുടക്കുന്നതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇവരുടെ സംസാരം ഭീഷണിയുടെ രീതിയിലായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഹൈക്കോടതി പോകേണ്ടി വന്നാലും വേണ്ടില്ല, പറ്റുമെന്നുണ്ടെങ്കിൽ ഈ തട്ടിപ്പ് ഞാൻ പുറത്തു കൊണ്ടുവരും. ഇതിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ അതിന് സ്റ്റേ ഓർഡർ വാങ്ങിക്കുന്നു. അപ്പൊ ആദ്യം ഈ പറഞ്ഞ തന്നെ അവർ റിപ്പീറ്റ് ചെയ്തു, ആര് വിചാരിച്ചാലും ഇത് തടയാൻ പറ്റൂല, ഇത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇതിലുള്ള ആളുകളൊക്കെ അത്രയും വലിയ വലിയ ആളുകളാണ് എന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. അപ്പൊ അതും കഴിഞ്ഞ് പിന്നെ പുള്ളി നോർമലായിട്ട് സംസാരിച്ചു. ഇത്രയും ആളുകളുടെ കോപത്തിന് ഇത് പിന്നെ 12,000 ആളുകൾ 12,856 കുട്ടികളോളാണ് ഇതിൽ പങ്കെടുത്തു എന്ന് അവർ പറയുന്നത്, രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആളുകളുടെ അവസരം ഞാൻ കാരണം നഷ്ടപ്പെടുന്നു, ഞാനാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള രീതിയിലേക്ക് വരും. അവരിതെല്ലാവരുടെ പറയും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇത് വന്ന സമയത്താണ് പിന്നെ ഇതേ കാര്യം എന്റെ അടുത്ത് പങ്കെടുക്കുന്ന എന്റെ ഇതിലുള്ള കുറച്ച് സുഹൃത്തുക്കളും പറഞ്ഞു ഇപ്പൊ പോയി കഴിഞ്ഞാൽ പ്രശ്നം. അപ്പൊ ഞാൻ എന്റെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അപ്പോ കൺസ്യൂമർ കോർട്ടിലുള്ള, അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇതിന്റെ ഒരു ഒപ്പീനിയൻ എടുത്തു. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു നമ്മളിപ്പോ കോടതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് വേണമെങ്കിൽ വന്നിട്ട് പറയാം ഞങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ചെയ്യും. ഇപ്പൊ ഞാൻ പറയാം ഗിന്നസ് റെക്കോർഡിന്റെ ടീം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ആ സമയത്ത് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള രേഖകൾ അവർ ഫീസ് അടച്ചു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നു, അവര് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റൂ. അപ്പൊ എന്നോട് പറഞ്ഞു അത് അതിലും വലിയ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് പ്രോഗ്രാമിന് പങ്കെടുക്കുക, പ്രോഗ്രാമിന് പങ്കെടുത്തു കഴിഞ്ഞിട്ട് അവിടുന്ന് എന്തെങ്കിലും ഇത് നമുക്കുള്ളത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും, അതിനുശേഷം നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അത് പ്രകാരം കൃഷ്ണകുമാറിനെ എന്നെ വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഞാൻ ഈ കൊടുത്ത പരാതി ഞാൻ പിൻവലിച്ചു കഴിഞ്ഞ ഇപ്പോഴും ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ പരാതി കൊടുത്ത് ഇത്രയും നേരമായി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു അപ്ഡേറ്റ് ഉണ്ടാവാത്തതുകൊണ്ട് ഇതിൽ എനിക്ക് നീതി കിട്ടൂല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ പിൻവലിക്കുന്നു. കാരണം അതിൽ പ്രത്യേകമായിട്ട് ഇവർ പറയുകയും ചെയ്തു ഇത്തരത്തിലുള്ള വലിയ വലിയ ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ള ഒരു സാഹചര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. അപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞ് പിന്നെ വേറെ ഇതൊന്നുമില്ല, എനിക്ക് ടിക്കറ്റ് ഇവര് തന്നിരുന്നു കേട്ടോ, പാസ് തന്നിരുന്നു. ഞാൻ പോയി, ഞാൻ അവിടെ ചെല്ലുന്ന സമയത്താണ് ഏതാണ്ട് നമ്മുടെ കലൂര് പോലീസ് സ്റ്റേഷന്റെ വളവ് അങ്ങോട്ട് കഴിഞ്ഞിട്ട് നീണ്ട ബ്ലോക്ക് കാണണം. അപ്പൊ ബ്ലോക്കിന് ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ഇതിന് വന്നിട്ടുള്ള ആളുകൾ ബസ് ഈ റോഡിന്റെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ആളിറക്കുന്നു, ബസ്സും വണ്ടികളും കാറും ഒക്കെ ഒരു സൈഡിൽ നിർത്തിയിട്ട് ആളിറക്കുന്നു. അതിന്റെ ഇടയിൽ ഒരു വണ്ടി യൂ ടേൺ ഇടാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വണ്ടിക്ക് മുന്നോട്ട് എടുക്കാനുള്ള സ്പേസ് ഇല്ല, അവിടെ ടോട്ടലി കംപ്ലീറ്റ് ബ്ലോക്കായി. ഏതാണ്ട് ഒരു 15 മിനിറ്റിൽ കൂടുതൽ ഞാൻ ആ ബ്ലോക്കിൽ നിന്നിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ആംബുലൻസ് അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പേഷ്യന്റിനെയും കൊണ്ട് അവിടെ വരുന്നത്. ആംബുലൻസ് ആ ബ്ലോക്ക് കുടുങ്ങുന്നു, യാതൊരു വിധത്തിലുള്ള സേഫ്റ്റിയും ഇല്ലാത്തത് കാരണം ആംബുലൻസ് വളരെ ബുദ്ധിമുട്ടി. അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അവിടെ 2 പോലീസുകാർ അവിടെ ബൈക്കൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇത് കണ്ട് അവരുടെ അടുത്ത് ചോദിച്ചപ്പം അവരുടെ പണി ഞാൻ പഠിപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവിടെ ഒന്ന് പോവുക ചെയ്തത്. അപ്പൊ ആംബുലൻസ് എന്നിട്ടും ഇവർക്ക് ആർക്കും തോന്നിയില്ല ഈ ആംബുലൻസ് ഒന്ന് കടത്തി വിടുന്നു. അവിടെ സെക്യൂരിറ്റി ഇവരുടെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റികൾ ഉണ്ടായിരുന്നു, അവരിത് നിയന്ത്രിക്കാനുള്ള ഒരു കാര്യം ചെയ്തില്ല. കാരണം ആ മെട്രോയുടെ ഫ്രണ്ടിലോട്ട് ബ്ലോക്ക് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഏരിയയിൽ ഉണ്ടായ ബ്ലോക്ക് ഇവർ ഈ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ടുണ്ടായ ബ്ലോക്കാണ്. ആ വണ്ടി പെട്ടെന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ആംബുലൻസിലുള്ള ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ ഒരു സമയത്തിന്റെ ഗ്യാപ്പ് അവിടെ തീർക്കാൻ പറ്റുന്നതായിരുന്നു, അതുണ്ടായില്ല. ഉള്ളിലുള്ള പ്രശ്നം, ഉള്ളിൽ സ്റ്റേജ് വലിച്ചു കെട്ടിയ രീതി കാര്യങ്ങൾ ഇതൊക്കെ വളരെ പ്രശ്നമായിട്ട് തന്നെയാണ് തോന്നിയിരുന്നത്. നമ്മൾ ആദ്യം സ്റ്റേജിന്റെ ഈ സൈഡിലാണ് ഇരുന്നിരുന്നു, പിന്നീട് അതിന്റെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ തോന്നി, പിന്നെ ആ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറിയിരുന്നു. അപ്പൊ ഇത് ഈ സമയങ്ങളിലൊക്കെ ഇവരടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ പ്രോഗ്രാം കാണാൻ വന്ന പ്രോഗ്രാം കണ്ടു പോവാ എന്നുള്ള ഒരു റൂട്ടാണ്. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ ഈ പറയുന്ന കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ പുള്ളിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ഈ പുള്ളി അല്ലല്ലോ ശരിക്കും ഇത് ചെയ്തത്. നമ്മൾ വീട്ടിൽ ഒരു കല്യാണം നടത്തുന്നു,
നമ്മൾ ഇവന്റിന്റെ ആൾക്കാരോട് എന്താ പറയുക, ഇവിടെ ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോഴല്ല അവർ ചെയ്യുന്നത്, അല്ലാതെ അവർ അവരുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയിട്ടല്ലോ. അപ്പൊ ഈ ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുന്നു, അതിൽ ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, മറ്റവർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിതിനെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ളതിന്റെ ഉറപ്പാണല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, അപ്പൊ ഞാനൊരൊറ്റ സംശയം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ ഈ പറയുന്ന കളക്ടറെ പേര് ഇപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് പറയോ, നിങ്ങളൊരു ഇതിന് പോവുകയാണെങ്കിൽ കളക്ടർ ഇതിൽ ഇൻവോൾവ് ആണെന്ന് നിങ്ങൾ പറയോ? കളക്ടർ അറിയില്ലെങ്കിൽ, കമ്മീഷണർ അറിയില്ലെങ്കിൽ നിങ്ങൾ പറയോ? ഇനിയൊക്കെ പോട്ടെ, ഇങ്ങനെയാണെങ്കിൽ തന്നെ കമ്മീഷണർ എന്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയില്ല? ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇവർ നടത്തി എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ ഒരു പ്രോഗ്രാം ഇവർ നടത്തി എന്ന് പറയുന്നു. ഇതിലൊന്നും ഒരു അന്വേഷണം നടന്നിട്ടില്ലല്ലോ. ഇവർ അന്വേഷിക്കും, പരാതി കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇന്നലെ ഞാൻ കമ്മീഷണറുടെ ശ്രദ്ധയിൽ ഞാൻ പരാതിപ്പെട്ടു എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. വേണ്ടി വന്നാൽ വിളിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ അപ്ഡേറ്റ് ഒന്നും അറിയില്ല. അപ്പം ഇതൊക്കെ പറയുന്നുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവർ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാകുന്നത്. പ്രതികൾ പുറത്തു നിൽക്കാം. ഇപ്പൊ ഈ ഉമാ തോമസ് MLA-ക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ഇത്ര വലിയ സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വരില്ലായിരുന്നു അല്ലേ? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഒരുപാട് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും പരാതിപ്പെടും. കാരണം ഞാൻ പരാതിപ്പെട്ടുള്ള എന്റെ അനുഭവമല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ലെങ്കിൽ വേറൊന്നും പറയില്ല, MLA-യുടെ സ്ഥാനത്ത് ഒരു സാധാരണ പൗരനാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനിപ്പോ ഇത് 25-ാം തീയതിയാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന്, പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് അതിൽ വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് അതിന് മുമ്പ് തന്നെ പരിഹരിക്കപ്പെടാവുന്ന ഒന്നാണ്. പിന്നെ നോർമലി വേറൊരു ഇതും ഞാൻ ചോദിക്കുന്നില്ല. ഒരു മിനിസ്റ്റർ പങ്കെടുക്കുന്ന പരിപാടി, ഇത്രയും വലിയൊരു പ്രോഗ്രാം നടക്കുന്നു, സ്വാഭാവികമായിട്ടും തലേന്ന് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് മുമ്പ് ഈ സ്റ്റേജ് പരിശോധിക്കേണ്ടതല്ലേ? അപ്പൊ ഇവിടുത്തെ മിനിസ്റ്റർക്ക് അത്രയും സുരക്ഷ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണോ അതിന്റെ അർത്ഥം? അതെനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഞാൻ അവിടെ ഒരു പോലീസുകാരും കണ്ടിട്ടില്ല. ഈ ഇവര് വന്ന ADGP വന്ന സമയത്ത് അവിടെ എന്റെ AGP എന്ന് തോന്നുന്നു ശ്രീജിത്ത് സാർ, ഈ പുള്ളി വന്ന സമയത്ത് അവിടെ 1-2 പേരുണ്ടായിരുന്നു അല്ലാതെ അതിനു മുമ്പും അതിന് ശേഷമോ ഞാൻ വേറെ പോലീസുകാർ അവിടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇവര് വന്നപ്പോൾ അല്ലാതെ. അപ്പോ പിന്നെ സ്റ്റേജ് എന്തുകൊണ്ട് ഇവർ പരിശോധിച്ചില്ല എന്നുള്ളതോ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഇത്രയും അനാസ്ഥ വന്നു അറിയില്ല. ഇനിയിപ്പോ ഇത്തരത്തിലുള്ള പ്രതികൾ ഇവരുടെ സ്വാധീനം ചെലുത്തിക്കൊണ്ടാണോ എന്ന് അതും അറിയില്ല. അല്ല, ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ പാലാരിവട്ട സ്റ്റേഷനിലെ പോലീസുകാർ ഇടയ്ക്ക് ഒരു കൃത്യമായിട്ട് അവർ കേസ് എടുക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്തായിരിക്കില്ലേ? അപ്പൊ അല്ല, എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ പ്രതികൾ വേറൊരു കാര്യം കൂടെ ഇതിലുണ്ട്. പ്രതികൾ എന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പാലാരിവട്ട സ്റ്റേഷനിലേക്ക് വരൂ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർക്ക് അവിടെ സ്വാധീനം ഉണ്ട് എന്നുള്ള. അത് വളരെ വ്യക്തമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വരൂ, നമുക്ക് സ്റ്റേഷനിൽ ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല എന്നെ വിളിക്കുന്നത്. എന്നെ വിളിക്കുന്നത് ഞാൻ കൊടുത്ത പരാതിയിൽ പ്രതിപട്ടികയിൽ നിൽക്കുന്ന പ്രതിയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ സംശയിക്കുന്ന വ്യക്തി എന്നെ വിളിക്കുന്നു, എന്നെ ഫോണിൽ ബന്ധപ്പെടുന്നു, എന്റെ അടുത്ത് പറയുന്നു നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരൂ. അപ്പൊ അവർ അത്രയും ധൈര്യത്തോടെ എന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ. പിന്നെ പാലാരിവട്ടം സ്റ്റേഷനെ ഞാൻ മോശമാക്കിക്കൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് നല്ല അനുഭവങ്ങളുണ്ട് സ്റ്റേഷനിൽ നിന്ന്, പാലാരിവട്ടത്തിൽ നിന്ന് തന്നെ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ 2 തവണയായിട്ട് ഞാനിപ്പോ ഇന്നലെ പിന്നെ നമ്മളുടെ മീഡിയ വണ്ണിന്റെ മീഡിയ വണ്ണുകാർ എന്നെ വിളിച്ച സമയത്ത് ഞാൻ അതിൽ ആരോ പറയുന്നത് കേട്ടു, ഇതേപോലെ തന്നെ പാലാരിവട്ട സ്റ്റേഷനെതിരെ മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ കമ്മീഷണർ പരിശോധിക്കേണ്ട കാര്യമാണത്. കാരണം ഇത് എന്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഒരേ സ്റ്റേഷനിൽ തന്നെ വീണ്ടും മറ്റുള്ള രീതിയിൽ മറ്റുള്ള പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ വേറെ രീതിയിൽ പറയില്ല. ഇപ്പൊ എന്റെ തൊട്ടടുത്തുണ്ടായ ഒരു അനുഭവം കൂടെ ഞാൻ പറയണത്, വേറെ ഒരാളെയും ഇതാക്കിക്കൊണ്ടോ മോശമാക്കിക്കൊണ്ടോ പറയില്ല. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് 2023 ഒരു ഫോൺ മോഷണം പോയി. പരാതിക്കാരൻ പരാതി കൊടുത്തു. പോലീസിന്റെ കുന്നത്തുനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ PR വിളിച്ചിട്ട് സംസാരിച്ചു വളരെ മോശമായ രീതിയിലാണ്. ഇതിൽ പരാതി ഞാൻ പറഞ്ഞു, റൂറൽ SP അടുത്ത് ACPക്ക് കൊടുത്തു, റൂറൽ SPക്ക് കൊടുത്തു. എന്റെ അടുത്തല്ല, എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പോയത്. അപ്പൊ റൂറൽ SPക്ക് ഞാൻ കൊടുത്തു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് മാന്യമായ രീതിയിലുള്ള സംസാര കാര്യങ്ങളോ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിട്ട് കോൾ റെക്കോർഡ് കൊടുത്തു. അവിടെ നിന്ന് SI ആണെന്ന് CI ആണെന്ന് പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയാണ് കമ്മീഷണറുടെ മുമ്പിൽ നിന്ന്. എന്നിട്ട് പരാതിയുടെ സ്റ്റാറ്റസ് ചോദിച്ചാൽ എന്റെ അടുത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ദയവ് ചെയ്ത് ശല്യം ചെയ്യരുതെന്ന പരാതിയുടെ സ്റ്റാറ്റസ് ചോദിച്ച പൗരൻ എന്ന നിലയ്ക്ക് ഞാനാണ് പരാതിക്കാരനായില്ലേ. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മോശമായ അനുഭവം സംബന്ധിച്ച് പരാതിക്കാരനായ ഞാൻ പരാതി ചോദിച്ചു. ഇവിടെ സ്റ്റാറ്റസ് ചോദിച്ച് വിളിച്ച സമയത്ത് എന്നോട് പറഞ്ഞ ഇനി ഇതും പറഞ്ഞ് വിളിച്ച് ശല്യം ചെയ്തിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള സംഗതികൾ നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നം പറയാൻ പറ്റും. ഇത് ഒരേ സ്ഥലത്ത് ഇതൊക്കെ നടക്കുന്നത്, എറണാകുളം ബേസ് ചെയ്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഈ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ, കൂടുതലായിട്ട് അനുഭവങ്ങളാണ് പറയുന്നത്. നല്ല രീതിയിലുള്ള വീഴ്ച ഇതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. പോലീസിന്റെ അനാസ്ഥ തന്നെയെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ MLA-ക്ക് ഈ ഒരു അവസ്ഥ വരില്ല. അതോടൊപ്പം തന്നെ ഇത് MLA ആയതുകൊണ്ട്, ഇപ്പൊ ചോദിച്ച രീതിയിൽ തന്നെ MLA ആയതുകൊണ്ടാണ് ഒരു സാധാരണ പൗരനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ യാതൊരു വിധവും ഉണ്ടാവില്ല. പിറ്റേ ദിവസം രാവിലെ ഇത് തീർന്നിട്ടുണ്ടാവും.
അപ്പൊ ഇത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇതിപ്പോഴും അന്വേഷിക്കുന്നു എന്ന് പറയുന്നത് അല്ലാതെ ഞാൻ എന്റെ ഇതിൽ പറയുകയാണെങ്കിൽ സത്യസന്ധമായ രീതിയിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നുള്ള. കാരണം പോലീസുകാർ തന്നെ ഇതിൽ ഇത്രയും ഇതായിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം പറയുന്ന കളക്ടറും ഇവരെയൊക്കെ പേര് പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇതേ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നു, എങ്ങനെയാണ് സത്യസന്ധമായ ഒരു നീതി ഇതിലുണ്ടാവുക? ചേട്ടാ ഒറ്റ കാര്യം കൂടി, അതായത് ആദ്യം ചേട്ടനെ വിളിച്ച സമയത്ത് തെറി പറഞ്ഞു എന്ന് പറഞ്ഞ പുള്ളിയുടെ പേരെന്തായിരുന്നു? ഏറ്റവും ആദ്യം നിഗോഷ് അതിൽ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ നമ്പർ ഉപയോഗിക്കുന്നത് നിഗോഷ് ആണ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ ഇതിന്റെ MD ഓണർ. തീർച്ചയായിട്ടും ഈ ഓഡിയോ പ്രേക്ഷകർ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പ്രേക്ഷകർ തീരുമാനിക്കുക ഇതിൽ നടന്ന തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നുള്ളത്.